സിൽവർ ലൈൻ പദ്ധതി പിൻവലിച്ച് UDF സർക്കാർ ഉടൻ ഉത്തരവ് പുറത്തിറക്കണമെന്ന് ജനകീയ സമരസമിതി. സമരം നടത്തിയവർക്കെതിരെ ഇടത് സർക്കാർ ചുമത്തിയ കേസുകൾ പിൻവലിക്കണം. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലെ സമരപ്പന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി VD സതീശൻ ഉറപ്പുകൾ പാലിക്കണമെന്നും സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമരസമിതി ആവശ്യപ്പെട്ടു. സിൽവർ ലൈൻ പദ്ധതി ഇടതു സർക്കാരിനെതിരെ ഏറ്റവും ജനരോക്ഷമുയർത്തിയൊന്ന പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇടതു സർക്കാരിന് തീരുമാനം മരവിപ്പിക്കേണ്ടി വന്നെങ്കിലും സിൽവർ ലൈൻ പദ്ധതി പിൻവലിച്ച് ഇതുവരെയും ഉത്തരവിറക്കിയിട്ടില്ല. ഇതുമൂലം ഇപ്പോഴും ബുദ്ധിമുട്ടുകയാണ് നിർദ്ദിഷ്ട പദ്ധതി പ്രദേശ മേഖലയിലെ ജനങ്ങൾ. ഈ കാണുന്ന സമരപ്പന്തൽ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ ഉയർന്നിട്ട് 1500 ദിവസങ്ങളാകുന്നു. ജനകീയ സമരം ഇതുവരെയും അവസാനിപ്പിച്ചിട്ടുമില്ല. പദ്ധതി രേഖാമൂലം പിൻവലിച്ച് ഉത്തരവിറക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമരസമിതി. വിഷയം സർക്കാർ അടിയന്തരമായി പരിഗണിക്കണമെന്ന് സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമരസമിതി കോട്ടയം ജില്ലാ വൈസ് ചെയർമാൻ വിനയകുമാർ VV ആവശ്യപ്പെട്ടു. സമരത്തിലുണ്ടായിരുന്ന UDF ആണ്, കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ അടിയന്തരമായിട്ട് ഈ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ഈ കേസുകൾ പിൻവലിച്ച് ഈ പദ്ധതി പിൻവലിച്ചുള്ള ഉത്തരവിറക്കണമെന്നാണ് പൊതുവേ ഇത്. അല്ലെങ്കിൽ ഇത് UDF ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. മുഴുവൻ കേസുകളും, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കേസുകളും സർക്കാർ പിൻവലിച്ചുകൊണ്ടുള്ള അടിയന്തരമായ ഉത്തരവ് പുറത്തിറക്കണമെന്നാണ് ജനങ്ങളുടെ പൊതുവെയുള്ള ആഗ്രഹം. ഇതിന് വിരുദ്ധമായിട്ടാണ് UDF ഗവൺമെൻറ് പെരുമാറുന്നതെങ്കിൽ സമരം അതിശക്തമാക്കാനായിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്, നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത്. പദ്ധതി പിൻവലിക്കാത്തത് മൂലം നിർദ്ദിഷ്ട പ്രദേശത്ത് സ്ഥലം വിൽപ്പന നടക്കുന്നില്ല, ബാങ്ക് വായ്പകൾ ലഭ്യമാക്കുന്നില്ല. സമരം നടത്തിയതിന് നിരവധി ആളുകളാണ് കേസുകൾ മൂലം ഇപ്പോഴും ബുദ്ധിമുട്ടുന്നത്. ഇതുമൂലം യുവാക്കൾക്ക് ജോലി ലഭിക്കുന്നില്ല, വിദേശത്ത് പോകാനാകുന്നില്ല. സിൽവർ ലൈൻ വിരുദ്ധ സമരം മൂലം പ്രദേശവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ നീളുന്നു. സമരപ്രക്ഷോഭകാലത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാവായി VD സതീശൻ സമരപ്പന്തലിലെത്തിയതാണ്. അന്ന് നൽകിയ ഉറപ്പുകൾ മുഖ്യമന്ത്രിയായ VD സതീശൻ പാലിക്കണമെന്നും ജനങ്ങളുടെ ആവശ്യം. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളെ ഈ സ്ഥലം വിൽക്കാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ ഇവിടെ ഒരു ലോൺ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു പെണ്ണിനെ ചെറുക്കനെ കെട്ടിക്കണമെങ്കിൽ ഈ സ്ഥലത്തിന് ഇങ്ങനെ ഗവൺമെൻറ് ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സ്ഥലം വിൽക്കാനോ അങ്ങനെ ഒരു കല്യാണക്കാർ വരാനോ സാധിക്കുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ഥലം വിൽക്കാനോ അല്ലെങ്കിൽ പിള്ളേരുടെ പേരിലാണേലും പഠിക്കാനാണേലും ഒരു ലോൺ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സാറ് ഞങ്ങളുടെ പദ്ധതി വന്നിട്ടുള്ള സമരപദ്ധതി വന്നിട്ടുള്ള സാറും ഞങ്ങളുടെ ഒപ്പം നിന്ന ആളാണ്. ഈ പദ്ധതി പെട്ടെന്ന് ആദ്യത്തെ അപേക്ഷയായിട്ട് ഞങ്ങൾ പറയുകയാണ്, ആദ്യമായിട്ട് തന്നെ ഇത് പിൻവലിക്കുക. ഇത് പിൻവലിച്ച് ഉറപ്പ് തരണം ഞങ്ങൾക്ക്. ഈ സിൽവർ രേഖാമൂലം ഇത് പിൻവലിച്ചായിട്ട് ഉറപ്പ് തന്ന് ഞങ്ങളെ ഈ കേസിൽ നിന്നും ഇത് സിൽവർ ലൈൻ പദ്ധതി മാറ്റിയതായിട്ട് ഞങ്ങൾക്ക് ഉറപ്പ് തരണം. സിൽവർ ലൈൻ പദ്ധതി സർക്കാർ പൂർണ്ണമായും ക്ലോസ് ചെയ്യണം. ജനങ്ങളുടെ ഒന്നടങ്കമുള്ള ആവശ്യം ഇതുമാത്രം. ജനം, കോട്ടയം.